ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. നമസ്കാരം ഉണ്ടായി. സൈലന്റ് കില്ലേഴ്സ് എന്ന് പറയും. സൈലന്റ് കില്ലേഴ്സ്, സൈലന്റ് പോയിസൺ. അപ്പോൾ ഈ സൈലന്റ് കില്ലേഴ്സ് എന്ന് പറയുമ്പം നമ്മളെ അടുത്ത് നിൽക്കുകയും അടുത്ത് നിന്നുകൊണ്ട് ചതിക്കുകയും അടുത്ത് നിന്നുകൊണ്ട് നമ്മളെ അറിയാതെ നമ്മൾക്കറിയാൻ വയ്യാത്ത ഏതൊക്കെയോ ഇടങ്ങളിൽ വെച്ച് എപ്പോഴൊക്കെയോ നമ്മളെ കുറേശ്ശെയായിട്ട് കൊന്നു തിന്നുകയും ചെയ്യുന്ന കൂട്ടരാണ് ഈ സൈലന്റ് കില്ലേഴ്സ്. അത്തരം സൈലന്റ് കില്ലേഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരം സൈലന്റ് കില്ലേഴ്സിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, മുളക്കഴയിൽ നമ്മളെപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, മനു ഹോട്ടൽ മുളക്കഴ. ഈ മനു ഹോട്ടൽ ഇന്നില്ല. അവിടുത്തെ ഭക്ഷണം കഴിക്കാത്തൊരു ചെങ്ങന്നൂർ താലൂക്കിൽ ആൾക്കാർ കുറവാണ്. അവിടുത്തെ ഒരു ചേട്ടൻ എന്ന് പറയുന്ന ആളൊരു വണ്ണമുള്ള ഒരു നല്ല ഐശ്വര്യ മനസ്സിലാണ്. അദ്ദേഹം എന്ന് പറയുന്നത് എൻ്റെയൊക്കെ അടുത്ത സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല. എന്നെക്കാളൊക്കെ ഒത്തിരി പ്രായമുള്ള ആളാണ്. ഞാനൊക്കെ ഒത്തിരി ബഹുമാനിക്കാൻ സ്നേഹിക്കുക ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഫാമിലിയായിട്ട് കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ പൂട്ടിച്ച് കെട്ടിച്ചു മുളക്കര ഭാഗത്തു നിന്ന്. മുളക്കര ഭാഗത്ത് കുറേ സൈലന്റ് കില്ലേഴ്സ് ഉണ്ട്. മുളക്കര ജംഗ്ഷൻ. ഇത്തരം സൈലന്റ് കില്ലേഴ്സിനെ പണ്ട് ഞാൻ കോളേജിൽ പണ്ടിലെ കാസറ്റ്, പിന്നെ റെക്കോർഡിങ്സ്, അങ്ങനെയൊക്കെയുള്ള ഫോൺ ബൂത്ത്, അങ്ങനെയൊക്കെയുള്ള ഒരു കടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്രാവശ്യം കോടുകുളഞ്ഞിയിൽ സമീപിച്ചപ്പം ഇത്തരം സൈലന്റ് കില്ലേഴ്സ് എനിക്ക് കട തന്നിട്ടില്ലായിരുന്നു. കട തരാൻ അവർ മടിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ പ്രദേശത്ത് അവരുടെ ബന്ധുക്കളും അവരുടെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ഉള്ള സ്ഥലത്ത് ഇത്തരം കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരെന്ത് തരില്ല, കടമുറി തരില്ല. അപ്പോൾ ഈ മനു ഹോട്ടലിലെ കൊച്ചാണ് എന്താ വെച്ചാൽ അവിടുന്ന് ഇരുന്ന് വാടകയ്ക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് അദ്ദേഹം മക്കളെയൊക്കെ കുവൈറ്റിൽ വിട്ടു, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വിട്ടു. അങ്ങനെ അവർ പൈസയൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അങ്ങനെ ഈ മനു ഹോട്ടലിരുന്ന ബിൽഡിങ് ഫുള്ളായിട്ട് അവർ മേടിച്ചു. അത് ബിൽഡിങ് മനു ഹോട്ടലിൽ മാത്രമല്ല, ഏരിയ മൊത്തമായിട്ട് അവർ മേടിച്ചു. ആ ഹോട്ടൽ വീണ്ടും ഈറ്റൻ പാർക്ക് ചെങ്ങന്നൂരിന് അവർ 2500 രൂപ ദിവസേനയുള്ള വാടകയ്ക്ക് കൊടുത്തു. അപ്പം കുരുപൊട്ടി. ഈ പറഞ്ഞ മുമ്പെയുള്ള ചില സൈലന്റ് കില്ലേഴ്സ് ആയ ചില വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾ ഒരുമിച്ച് കൂടി അവർ എന്ത് ചെയ്തു, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുത്ത് അവരുടെ ഡ്രെയിനേജിൻ്റെ പ്രശ്നം പറഞ്ഞ് ആ ഹോട്ടൽ പൂട്ടിച്ചു. ഇത്തരം സൈലന്റ് കില്ലേഴ്സിനെ കൊണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. സാമുദായികമായിട്ടും മാത്രം ചിന്തിക്കുകയും അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ട് മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവരെല്ലാം നശിച്ചു പോകണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നിടത്താണ് മൊണോത്തിസവും പൊളിത്തിസവും തമ്മിലുള്ള വ്യത്യാസം. മൊണോത്തിസം എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. ഹൈന്ദവീയത എന്ന് പറഞ്ഞാൽ ബഹുസ്വരതയാണ്. ബഹു ദൈവങ്ങൾ, 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന മനുഷ്യനാണ് ഹൈന്ദവൻ. അവൻ ആരെ അക്സെപ്റ്റ് ചെയ്യും? പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, മുഗളന്മാർ, അങ്ങനെ തുടങ്ങിയ അനേകം ആൾക്കാർ ഭാരതത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. അവരെയൊക്കെ പാലിൽ അലിഞ്ഞ പഞ്ചസാര പോലെയാണ്. അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഈ സമാജവുമായിട്ട് ഇടപെട്ട് കഴിയുന്ന തരത്തിലേക്ക് അവരെ നമ്മൾ അലിയിച്ച് നമ്മളോട് ചേർത്തവരാണ്. അതാണ് ഹൈന്ദവീയതയുടെ മഹത്വം. നമ്മളെ നേരിട്ട് കൊല്ലുന്നവരെ മാത്രമേ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. ഇതൊന്നും വർഗീയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വർഗീയമല്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം ഈ വിഭാഗത്തിലൊക്കെ പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ മൊണോത്തിസം എന്ന് പറയുന്ന സാധനം എൻ്റേത് മാത്രമാണ് ദൈവം എന്ന് പറയുന്നിടത്ത് വെച്ചാണ് അവൻ്റെ മാത്രമായ ആൾക്കാരെ കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നത്. നമ്മളങ്ങനല്ല, നമ്മളെല്ലാവരെയും കുറിച്ച് ചിന്തിക്കുന്നു, അവരെ നമ്മുടെ കൂടെ നിർത്തുന്നു. ബഹുസ്വരത, ബഹുദൈവ വിശ്വാസം, അത് ഒരിക്കലും സമൂഹത്തിനെ വേർതിരിക്കുന്ന ഒരു സാധനമല്ല. ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അരമണിക്കൂറിന് മുമ്പ് മനു ഹോട്ടലിൻ്റെ മകൻ എന്നെ വിദേശത്ത് നിന്ന് വിളിച്ചിരുന്നു. വിദേശത്ത് വിളിച്ചത് ഇത് അറിയാനല്ല, പക്ഷെ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഡ്രെയിനേജ് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ സമാധാനമായിട്ട് സൈലന്റ് കില്ലേഴ്സിനെ മൊത്തം സമാധാനമാക്കിയിട്ട് അദ്ദേഹം ഒരു ക്ലിനിക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങളത് കാണുക. അപ്പോൾ ഇനി ഡ്രെയിനേജിൻ്റെ പ്രശ്നമില്ല, അത്തരത്തിൽ ഒരു സ്ഥാപനം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിവിടെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനവുമായിട്ട് നമുക്ക് കഴിയുന്ന ഒരു തരത്തിൽ സഹകരിച്ചു പോവുക. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്തടത്തു നിന്ന് വന്നതാണിത്. അപ്പോൾ സൈലന്റ് കില്ലേഴ്സ്, നമസ്കാരം.
നമസ്തേ.